ഹായ് ഞാനൊരു സഞ്ചാരി. എൻ്റെ ചാനൽ സ്വിസ് സഞ്ചാരി. ക്രൂഗർ നാഷണൽ പാർക്ക് ആഫ്രിക്കയിലെ ഏറ്റവും വലുതും പ്രശസ്തവുമായ ഗെയിം റിസർവും ദക്ഷിണാഫ്രിക്കയിലെ ദേശീയ ഉദ്യാനവുമാണ്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ പാർക്കിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെന്ന് പലരും എഴുതി അറിയിച്ചു. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ക്രൂഗർ പാർക്കിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളുമാണ്. വടക്കു കിഴക്കൻ ദക്ഷിണാഫ്രിക്കയിലെ ലിംപോപ്പോ, എംബുമലങ്ക എന്നീ പ്രവിശ്യകളിൽ 19,623 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ റിസർവ് വടക്ക് നിന്ന് തെക്കോട്ട് 360 കിലോമീറ്ററും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് 65 കിലോമീറ്ററും വ്യാപിച്ചു കിടക്കുന്നു. ആയിരത്തി 1898 ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക്കിൻ്റെ പ്രസിഡന്റായിരുന്ന പോൾ ക്രൂഗർ വേട്ടക്കാരിൽ നിന്നും വന്യജീവികളെ സംരക്ഷിക്കുന്നതിനായി സാബി ക്രോക്കോഡൈൽ നദികൾക്കിടയിൽ സാബി ഗെയിം റിസർവ് സ്ഥാപിച്ചു. ഈ പ്രദേശം പിന്നീട് പാർക്കിൻ്റെ കേന്ദ്രമായി മാറി. പോൾ ക്രൂഗറിൻ്റെ ആദ്യകാല സംരക്ഷണ ശ്രമങ്ങളെ അംഗീകരിക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം 1926 ക്രൂഗർ നാഷണൽ പാർക്ക് എന്ന് പുനർനാമകരണം ചെയ്തു. ഇത് ദക്ഷിണാഫ്രിക്കയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനമായി മാറി. ഇന്ന് ഈ പാർക്കിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആസ്ഥാനം കുക്കൂസയിലാണ്. സ്വിറ്റ്സർലൻഡുമായി ഈ പോൾ ക്രൂഗറിന് ഒരു ബന്ധമുണ്ട്. 1904 ജൂലൈ 14 സ്വിറ്റ്സർലൻഡിലെ ക്ലാരൻസിൽ വച്ചാണ് പോൾ ക്രൂഗർ മരിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയയിൽ സംസ്കരിച്ചു. സാബി, ക്രോക്കോഡൈൽ, ഒലിഫൻസ്, ലിംപോപ്പോ തുടങ്ങിയ പ്രധാന നദികൾ ഈ പാർക്കിലൂടെ ഒഴുകുന്നു. ഇത് വന്യജീവികൾക്ക് സുപ്രധാന ജലസ്രോതസ്സുകൾ നൽകുന്നു. ആവാസ വ്യവസ്ഥയിലെ വൈവിധ്യം വ്യത്യസ്തതയാർന്ന വന്യജീവികളെ പിന്തുണയ്ക്കുന്നു. നിരവധി പ്രവേശന കവാടങ്ങളും നന്നായി പരിപാലിക്കുന്ന റോഡുകളുടെ ശൃംഖലയും ക്രൂഗർ പാർക്കിനുണ്ട്. ടാർ ചെയ്തതും ചരൽ റോഡുകളും ഉൾപ്പെടെ 2000 കിലോമീറ്ററിലധികം ദൂരമുള്ള റോഡുകൾ, പോൾ ക്രൂഗർ ഗേറ്റ്, ഓർപ്പെൻ ഗേറ്റ്, ഫലബോർവ ഗേറ്റ് എന്നിങ്ങനെ ഈ പാർക്കിന് 9 പ്രധാന ഗേറ്റുകളുണ്ട്. താമസത്തിനായി 20ലധികം വിശ്രമ ക്യാമ്പുകൾ, ആഡംബര ലോഡ്ജുകൾ, ബുഷ് ക്യാമ്പുകൾ, കുക്കൂസ വിശ്രമ ക്യാമ്പ്, ലോവർ സാബി റെസ്റ്റ് ക്യാമ്പ്, സിംഗിത ലെംബോംബോ ലോഡ്ജ് എന്നിങ്ങനെ നിരവധി താമസ സൗകര്യങ്ങൾ ഈ പ്രദേശത്തുണ്ട്. ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും ആവേശകരമായ ആഫ്രിക്കൻ സഫാരി ഡെസ്റ്റിനേഷനാണ് ക്രൂഗർ പാർക്ക്. ആഫ്രിക്കയുടെ മുഴുവൻ കാനന ഭംഗിയും വന്യമൃഗ സമ്പത്തും ഇവിടെ വരുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയാവില്ല. വലിയ കാടായതിനാൽ ഇതിനുള്ളിലുള്ള നിരവധി വന്യജീവികൾക്ക് യഥേഷ്ടം സ്വൈര്യവിഹാരം നടത്താനുള്ള സ്ഥല സൗകര്യമുണ്ട്. ജംഗിൾ സഫാരിയിലൂടെ ആ കാഴ്ച സന്ദർശകർക്ക് ആസ്വദിക്കുകയും ചെയ്യാം. ബിഗ് 5 എന്ന് വിളിക്കുന്ന സിംഹം, പുള്ളിപ്പുലി, ആന, കാട്ടുപോത്ത്, കണ്ടാമൃഗം എന്നിവയുൾപ്പെടെയുള്ള ധാരാളം വന്യജീവികൾക്ക് ക്രൂഗർ പാർക്ക് പ്രശസ്തമാണ്. തല ഉയർത്തി നിൽക്കുന്ന ജിറാഫുകൾ ക്രൂഗറിൻ്റെ നിഷ്കളങ്കതയാണ്. വന്യജീവി സംരക്ഷണത്തിലും ഗവേഷണത്തിലും ക്രൂഗർ നാഷണൽ പാർക്ക് നിർണായക പങ്ക് വഹിക്കുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കുക, മൃഗങ്ങളുടെ പെരുമാറ്റം പഠിക്കുക, ആവാസ വ്യവസ്ഥയെ സുസ്ഥിരമായി കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ടുള്ള നിരവധി പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു.
കണ്ടാമൃഗങ്ങൾ പോലുള്ള ജീവജാലങ്ങളുടെ ഭീഷണി കണക്കിലെടുത്ത് വേട്ടയാടൽ വിരുദ്ധ ശ്രമങ്ങളുടെ ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രം കൂടിയാണ് ക്രൂഗർ പാർക്ക്. ചുരുക്കത്തിൽ ക്രൂഗർ ദേശീയോദ്യാനം അതിൻ്റെ ജൈവ വൈവിധ്യം കൊണ്ടും ആഫ്രിക്കയുടെ സ്വാഭാവിക പൈതൃകം സംരക്ഷിക്കുന്നതിലെ പങ്കുകൊണ്ടും പേരുകേട്ട ഒരു മുൻനിര സംരക്ഷണ മേഖലയാണ്. ഇതിൻ്റെ വിപുലമായ പ്രകൃതി ദൃശ്യങ്ങൾ, സമൃദ്ധമായ വന്യജീവികൾ, സംരക്ഷണത്തോടുള്ള പ്രതിബദ്ധത എന്നിവ ഈ പാർക്കിനെ ദക്ഷിണാഫ്രിക്കൻ ടൂറിസ കിരീടത്തിലെ ഒരു രത്നമാക്കുന്നു. വിനോദസഞ്ചാരികൾക്ക് അതുല്യവും ആവേശകരവുമായ അനുഭവം പ്രദാനം ചെയ്യുന്നതോടൊപ്പം പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവനയും നൽകുന്നു. വന്യജീവികളുടെ നിർണായക സങ്കേതമായും ലോകമെമ്പാടുമുള്ള പ്രകൃതി സംരക്ഷകർക്ക് ഒരു വഴികാട്ടിയായും പാർക്ക് നിലകൊള്ളുന്നു. മനസ്സിന് നിറം പിടിപ്പിക്കുന്ന വനാനുഭവങ്ങൾ, ആഹ്ലാദത്തിൽ ആറാടിക്കുന്ന വന്യമൃഗങ്ങൾ, ഇവയൊക്കെ ഒരു ജീവിതം മുഴുവൻ ഓർത്താലും തീരാത്ത മനോജ്ഞ ദൃശ്യങ്ങളായി മനസ്സിൻ്റെ വെള്ളിത്തിരയിൽ എന്നും മായാതെ മറക്കാതെ നിലനിൽക്കും. മറ്റൊരു സൗത്ത് ആഫ്രിക്കൻ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.